പ്രിയമുള്ളവരെ, മഴക്കാലമായി. ഇനിയിപ്പോൾ പനിയായി, ജലദോഷമായി, തുമ്മലായി, ചുമയായി, അല്ലേ, മൂക്കടപ്പായി. അപ്പം എന്ത് ചെയ്യും? മഴയും തുടങ്ങി. നമ്മൾ വീട്ടിൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പല ഗുളികകൾ, അല്ലേ? എന്നിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു തുമ്മൽ അല്ലെങ്കിൽ ഒരു ജലദോഷം കണ്ടു കഴിഞ്ഞാൽ മോനെ ഇതൊരെണ്ണം കഴിച്ചോളാന്ന് പറയും. കാരണം നാളെ സ്കൂൾ മുടങ്ങും. അല്ലെങ്കിൽ ഇപ്പോഴേ തന്നെ ഗുളിക കഴിച്ചാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ദയവ് ചെയ്തിട്ട് ഇത്തരം ശീലങ്ങളെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. എന്തൊക്കെ ടിപ്പുകൾ ഇതിനുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ കാർന്നുമാർ എന്തൊക്കെ ചെയ്തിരുന്നു. നമ്മൾ സ്കൂളിൽ പോയ സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വീട്ടിൽ നിന്ന് തുമ്മലും ജലദോഷമൊക്കെ ആയിട്ട് വരുമ്പോൾ അപ്പം തന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരും, ഇല്ലേ? ചുക്കും കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തരും. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ആ കാലഘട്ടത്തിൽ. ഇപ്പോഴാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കുടിക്കാൻ. അപ്പൊ അങ്ങനെ കുടിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇത്തിരി പനിക്കൂർക്കയുടെ ഇലയോ തുളസിയുടെ ഇലയോ ഒക്കെ ഇട്ടിട്ടൊന്ന് ആവിയും കൊള്ളാൻ പറയും. ഇത് രണ്ടും കൂടെ ആകുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് വെട്ടി വേർക്കും. ആ വേർപ്പിൽ കൂടെ പനിയും പോയി, ജലദോഷവും പോയി, തുമ്മലും പോയി, എല്ലാം പോയി. മാറിയില്ലെങ്കിൽ ഒന്നും കൂടെ കൊടുക്കും, അത്ര തന്നെ. അതിനപ്പുറത്തേക്ക് നമ്മൾ മരുന്നിലേക്ക് പോണ ശീലം വളരെ കുറവായിരുന്നു പണ്ട്. ഇപ്പൊ നമുക്ക് സൗകര്യം കൂടി എല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. നമുക്കറിയാം എന്തിനൊക്കെ എന്തൊക്കെ മരുന്നുകൾ വേണം എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. ഇത് മതി. ഒരു ചുക്ക് കാപ്പി, ഒന്ന് ആവി കൊള്ളുക, റെസ്റ്റ് ചെയ്യുക. നമുക്ക് നാളെ സ്കൂളിൽ പോണതിനേക്കാളും നല്ലത് ഇന്നൊന്ന് റെസ്റ്റ് ചെയ്താൽ പനി പൂർണ്ണമായിട്ട് മാറ്റിക്കളയലാണ്. അതല്ലേ? അതാണ് വേണ്ടത്. പിന്നെ കഫം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കി കളയുക. വൈകുന്നേരങ്ങളിൽ പച്ചക്കറിയോ പഴങ്ങളോ കഴിക്കാതിരിക്കുക. പച്ചക്കറികളും പഴങ്ങളും ചോറ് പോലും ചിലർക്ക് കഫം വർദ്ധിപ്പിക്കാൻ സാധ്യത കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം അവസ്ഥകളെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. പകരം ശരീരത്തിനെ സഹായിക്കുക. ചൂട് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാണു വന്നാൽ ആ രോഗാണുവിനെ കളയാനായിട്ടാണ് പനി വന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ചൂടാക്കുക. ആ സമയത്ത് നമ്മളും കൂടെ ഒന്ന് ചൂടാക്കി പുകച്ച് പുറത്തിയടിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഏറ്റവും സിമ്പിൾ വേ. അതല്ലാണ്ട് പനിനെ ഒതുക്കി ഉള്ളിൽ തന്നെ വെക്കേണ്ടതല്ല, അത് പുറത്തേക്ക് പോകേണ്ടതാണ്. അപ്പൊ എല്ലാവരും ഇത് മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മാർഗമാണ്. ശരീരത്തിന് നല്ല പ്രതിരോധവും കിട്ടും, നമ്മൾക്കൊരു എനർജിയും വരും. ഒന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇതിപ്പോ പനി ഗുളിക കഴിച്ച് മാറണ പോലെ അങ്ങോട്ട് ഒറ്റയടിക്ക് മാറിയൊന്നുമില്ല. ഒരു 2 ദിവസത്തേക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കുക, ശരീരത്തിന് നല്ലൊരു വിശ്രമം കൊടുക്കുക. അതോടുകൂടി എല്ലാം മാറി കിട്ടും. അല്ലെങ്കിൽ തൽക്കാലം മാറും, പിന്നെ വേറെ വലിയതായിട്ട് വരും. ഞാൻ മരുന്നിനെതിരല്ല കേട്ടോ, മരുന്നിനെതിരൊന്നുമല്ല. പക്ഷെ ആദ്യം ഒന്ന് ഇത് ശ്രമിച്ചു നോക്ക്. മാറിയില്ലെങ്കിൽ മാത്രം മതിയില്ലേ അടുത്തയിലേക്കുള്ള പോക്ക്. താങ്ക് യു.